പുലർച്ചെ 3-ന് നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്ത് നല്ല ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പുലർച്ചെ 3-ന് നട തുറന്ന് 4 മണി വരെ 1 മണിക്കൂർ സമയം കൊണ്ട് 3801 പേർ ദർശനം നടത്തി. 4 മുതൽ 5 വരെ 1 മണിക്കൂർ സമയം കൊണ്ട് 3612 പേരും 5 മുതൽ 6 വരെയുള്ള സമയത്ത് 3429 പേരും ദർശനം നടത്തി. ശരാശരി 63 പേർ 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നുണ്ട്. അതിനായി കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസുകാരെ നിയോഗിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. 1 മിനിറ്റിൽ ഈ പറയുന്ന കണക്കിൽ ഭക്തർ കയറുകയാണെങ്കിൽ അത് തിരക്ക് നിയന്ത്രിക്കാനും ഒപ്പം തന്നെ കൂടുതൽ ഭക്തർക്ക് ദർശനം നടത്താനും സാധ്യമാകുമെന്നാണ് ദേവസ്വം ബോർഡ് കരുതുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇടവിട്ട് സന്നിധാനത്ത് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഭക്തർ പറയുന്നത് എല്ലാവർക്കും സുഗമമായിട്ടുള്ള ദർശനം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. We are coming second time darshanam. Yesterday evening we had a good darshanam and today also early morning we are coming. So there is less crowd and well maintained. Thanks for Kerala government. നല്ല രസമുണ്ടായിരുന്നു. മഴ പ്രശ്നമാണോ? ഇല്ല. ഫസ്റ്റ് ടൈം ആണ്. ബിസ്ക്കറ്റും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ശബരിമല എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നന്നായിരുന്നു. ആദ്യമായിട്ടാണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയും ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവിടുന്ന് കയറി വരാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുഖമായി ഇപ്രാവശ്യം നല്ല സുഖമായി ദർശനം. വലിയ തിരക്കൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് എവിടെയും ബ്ലോക്കൊന്നുമില്ല. സുഖമായിട്ട് പോയി. നല്ല സുഖമായിട്ടുള്ള യാത്ര ചെയ്യുന്നു. തിരക്കൊന്നും പെട്ടിട്ടില്ല. തിരക്കില്ലാതെ പോയി. തിരക്കില്ലാതെ എല്ലാം കിട്ടി. സൂപ്പർ. സുഖമായിട്ട് തൊഴുതു. തിരക്കില്ല. സൂപ്പർ. തീരെ തിരക്ക് നടന്നില്ല. സുഖമായിട്ട് തൊഴുതു പോന്നു. ബിസ്ക്കറ്റ്, വാട്ടർ, ഗ്ലൂക്കോസ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കുറെ തൊഴാൻ പറ്റി. നല്ലോണം തിരക്ക് കുറവായിരുന്നു. നല്ല ദർശനമായിരുന്നു. എല്ലാം കൊണ്ടും നല്ല ഈ 2-3 വർഷമായിട്ട് നല്ലൊരു അനുഭവമാണ് ഈ പ്രാവശ്യം കിട്ടിയത്. നല്ല തിരക്കും തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ നിൽക്കണ്ടേ വന്നിട്ടില്ല. നല്ല പമ്പേന്ന് പടിപടിയായിട്ട് എല്ലാ ഇത് ക്ലിയർ ആയിട്ടാണ് പോയിരുന്നത്. യാതൊരു തിരക്കുണ്ടായിരുന്നില്ല. നല്ല അനുഭവമായിരുന്നു ഈ പ്രാവശ്യത്തെ എല്ലാം കൊണ്ടും. ഞങ്ങൾ 3:10 കയറിയിട്ട് 5:10 നടപ്പന്തലിലെത്തി. എല്ലാവരും ഒരുമിച്ച് വന്നിരുന്നു. കുഴപ്പമൊന്നുമില്ല. നല്ല ഇതായിരുന്നു. ഭഗവാന്റെ ഇതുകൊണ്ട് എല്ലാവർക്കും തൊഴാനും എല്ലാ സൗകര്യം എല്ലാം പറ്റി. കഴിഞ്ഞ ദിവസം വലിയ തിരക്ക് കണ്ടുകൊണ്ട് ഹൈക്കോടതി ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം അത് 5000 ആക്കി നിജപ്പെടുത്തണമെന്ന് ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ആ ഒരു ഉത്തരവ് പാലിക്കുകയും തിരക്ക് അതിനെ തുടർന്ന് സന്നിധാനത്ത് വളരെ കുറയുകയും ചെയ്തിരുന്നു. പിന്നീട് ഇന്നലെ ഒരു ഉന്നതതല യോഗം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ ചേരുകയുണ്ടായി. ആ യോഗത്തിൽ ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം അത് വർദ്ധിപ്പിക്കാനുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതിന് ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് സന്നിധാനത്തെ തിരക്കൊക്കെ അത് വിലയിരുത്തിക്കൊണ്ട് വേണമെങ്കിൽ 5000-ൽ കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം അത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാം എന്ന ഒരു തീരുമാനം കൂടി ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഒരു ദിവസം 20,000 പേർക്കാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനത്തിന് അവസരമുണ്ടായിരുന്നത്. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും ദർശനത്തിന് അവസരമുണ്ടായിരുന്നു. 20,000 പേർ എന്നുള്ളത് സ്പോട്ട് ബുക്കിംഗ് ആദ്യ ദിവസങ്ങളിൽ, ഈ നട തുറന്ന് ആദ്യ ദിവസങ്ങളിൽ അതിൽ കൂടുതൽ ഭക്തർ മല ചവിട്ടുകയും ഒപ്പം ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതാണ് വലിയ തിരക്കിലേക്ക് പോയത് എന്നാണ് ADGP എസ് ശ്രീജിത്ത് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെയുണ്ടായിരുന്നു? తెలుగు ఏం చెప్పాలి, అంతా బాగుంది. ఇక్కడ ఈ రష్ చాలా చెప్పారు కానీ రష్ ఏం లేదు, మంచిగా ఉంది. బాగానే నడుచుకుంటూ వచ్చాం. అన్ని సౌకర్యాలు బాగున్నాయి. మెయింటెనెన్స్ కూడా పర్వాలేదు. మొదటి కన్నా ఇప్పుడు చాలా బాగుంది. ఎంత పబ్లిక్ వచ్చినా కూడా చాలా నీట్గా మెయింటైన్ చేస్తున్నారు. ముందు కన్నా ఈసారి చాలా బాగుంది. ఎంత పబ్లిక్ వచ్చినా కూడా మెయింటైన్ చేస్తున్నారు. స్వామియే శరణమయ్యప్ప. ఓం శ్రీ స్వామియే శరణమయ్యప్ప. ఇక్కడ భక్తులకు అన్ని సౌకర్యాలు ఇచ్చారు. ధన్యవాదాలు. ఇంతకుముందు ఉన్నదానికి ఇప్పుడు చాలా బ్రహ్మాండమైన దర్శనం అవుతుంది. ఎలాంటి బెంగ పట్టుకోవద్దు, మంచి దర్శనం అవుతుంది. అన్ని విధాల సౌకర్యాలు, అన్ని విధాల మంచి చేసే స్వాములందరూ ఇక్కడున్న అందరూ మమ్మల్ని చాలా బాగా చూసుకున్నారు. స్వామి శరణం. ഏതായാലും ഭക്തർ ഇന്ന് സംതൃപ്തിയോടുകൂടി
ദർശനം നടത്തുന്നു. വലിയ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറയുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ സാധാരണ രീതിയിലുള്ള സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഇന്നലെ 4 മുതൽ 5 മണിക്കൂർ സമയം വരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ എടുത്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പുലർച്ചെ 3-ന് നട തുറന്നപ്പോൾ നാം ഭക്തരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇടയിൽ തടസ്സങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.